അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. അതായത് നെക്സ്റ്റ് ട്രെയിന്, അതായത് ബുള്ളറ്റ് ട്രെയിന് 1 hourേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തൊരു സ്ഥലത്തിൻ്റെ പേര്? Chongqing. Chongqing. It's the biggest city in China. 32 million people. Second biggest city in the world. Inshallah. Ponnu, are you ready for our next ride? എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോൾ ചൈനയിലാണുള്ളത്. ചൈനയിൽ ചെങ്ഡു എന്നുള്ള ഒരു സിറ്റിയിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ഞങ്ങൾ ചോങ്കിങ് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി അങ്ങനെയല്ല ശരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ, ചോങ്ചിങ്. അങ്ങ് ചൈനയിലെല്ലാം ചീന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ബുള്ളറ്റ് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റി, അതായത് ചോങ്ചിങ് എന്നുള്ള സിറ്റിയിലേക്ക് പോകുന്നത്. ആ ഒരു 1 hour റൈഡ് അത്രയേ വരുന്നുള്ളൂ. ചെങ്ഡൂയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഡ്രിസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറ്, ലൈക്ക് ബൈ ബൈ ഫ്രം ചെങ്ഡു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല എന്താ പറയുക, ശരിയായി നമ്മളൊരു എയർപോർട്ടിലെത്തിയ ഒരു ഫീലാണ് ഉണ്ടാവുക. ആ ഒരു നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മളുടെ ഈ ചെക്കിങ് കൗണ്ടർ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ KFCയിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്യൂയിൽ വെയിറ്റിംഗ് ആണ്. ലുക്ക് അറ്റ് പൊന്നോസ്. വേമ്പോ മമ്മൻ്റെ അടുത്തേക്കില്ല, എന്നാലും സാരിയില്ല, നിങ്ങളുടെ അടുത്തല്ല. സമയായി ശ്രദ്ധിക്കണേ. അങ്ങനെ നെക്സ്റ്റ് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഏട്ടനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഷാനും എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. Next train. 尖叫感，未到站的旅客以免耽误您的行程。女士们、先生们，列车运行中，请您站稳扶牢。本次列车全程禁止吸烟，感谢您的配合。女士们、先生们，为进一步提升旅客在途，铁路部门。അങ്ങനെ പൊന്നു പിന്നെയും ബാക്കിലെത്തി. പൊന്നിന് ഫ്രണ്ടിലാണ് വീട്ടിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. നിൻ്റെ അടുത്തില്ല. എനിക്കെന്താ ഷാനു എപ്പോഴും നല്ല വിൻഡോ സീറ്റ് കിട്ടുന്നത് കണ്ടു നോക്കി. അപ്പോൾ ഷാനു 11 degree ആയി. 345 km/h. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി. അറിയാലോ 300 kilometers നമ്മൾ അറൗണ്ട് 1 hour 5 minutes കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഷാനു ചോക്കിങ് അപ്പോൾ അൽഹംദുലില്ലാ ഷാനു തന്നൂക്കി അല്ല പൊന്നു തന്നൂക്കി കഴിഞ്ഞ. അപ്പം നമ്മൾ ഇറങ്ങട്ടെ. ഇതാണ് നമ്മൾ വന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ ബിസിനസ് ക്ലാസ് സീറ്റിംഗ് വരുന്നത്. നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ടാക്സി പിടിക്കാമെന്നാണ് വിചാരിക്കണേ. ഇവിടെ എന്തൊരു സാധനം ഇവിടെ ചില സ്ഥലത്ത് കാണുമ്പോൾ ഹൈറ്റ് ഉണ്ടാവും. ആ സ്ഥലം ഇത് നമ്മള് ഗ്രൗണ്ടിലാണ്
അങ്ങനെ ഇവിടെ നല്ല വെളിച്ചവും ഇതല്ലേ. ഇവിടെ 13 ഡിഗ്രിയാണ് വരുന്നത്. അൽഹംദുലില്ലാ. പക്ഷെ തണുപ്പൊക്കെ ഉണ്ട്. ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്.奶茶经典，中杯只要6元，珍珠奶茶中3种料，满满1大杯，只要8元。3瓶爸爸奶茶只要8元，天悦冷容，暖暖好治愈，只要7元。满杯百香果，我爱你，蜜雪冰城甜蜜蜜，奶茶在手，甜超治愈，立即进店抢先品尝啦！ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോർ പോലെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗ്രൗണ്ട് ഫ്ലോർ. അങ്ങനെ നമ്മളവിടെ കുറച്ച് സമയം ഒന്ന് കറങ്ങി. പക്ഷെ നമ്മുടെ കയ്യിൽ ലഗേജ് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ടാക്സി പിടിച്ച് നേരെ നമ്മൾ ആദ്യ ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. പൊന്നു അങ്ങനെ നമ്മളിതാ ഈ ഒരു ഹോട്ടലിലെത്തി. സംഭവം അടിപൊളിയായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങനെ കളിക്കാനൊക്കെ ടോയ്സൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ബെഡായിട്ട് ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മളവിടെ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് രാത്രി. I'm right now just wearing my normal outfit. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയാ പൊന്നൂസേ പോണേ? ഇന്ത്യൻ റെസ്റ്റോറന്റ് തപ്പി ഇറങ്ങിയിരിക്കുക. Indian restaurant in China. എന്താണെന്നറിയില്ല, ചൈനയിൽ നല്ല തണുപ്പായത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് അവരുടെ ഫുഡൊന്നും കഴിച്ചിട്ട് നമുക്കൊരു ഉഷാറ് കിട്ടുന്നില്ല. അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി ഇറങ്ങിയ. അപ്പോൾ ഷാനും ഇങ്ങനെ ഗൂഗിളിൽ റിവ്യൂസൊക്കെ നോക്കി നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പം എന്താണെന്ന് നോക്കാം കഴിച്ചിട്ട്. ഹലോ മിസ്റ്റർ തൻവീർ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻ്റ് അല്ല ഇപ്പം നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ചോദിക്കുക അത് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ. അങ്ങനെ പറഞ്ഞു എന്തായാലും അവിടെ തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. ഒന്നാമത് നമുക്ക് ഇവരെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട്. ഇൻ കേസ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2-3 ദിവസം എക്സ്ട്രാ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അല്ലാണ്ട് നമ്മൾ മെയിൻ അട്രാക്ഷൻസ് കാണാൻ വേണ്ടി മാത്രം പോകുമ്പോൾ നമ്മളിങ്ങനെ സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് പോയ ഒരു അവസ്ഥ ഉണ്ടാവും. ഭയങ്കര നമ്മളും ബിസിയാവും. ഇതിപ്പോൾ നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ഇവരെ ലാംഗ്വേജ് അറിയില്ല, ഒരുപാട് തെറ്റൊക്കെ പറ്റുന്നുണ്ട്. അതോടൊപ്പം ഷാനും പൊന്നും കൂടി ഓരോന്ന് പഠിക്കുക. ഇതൊക്കെ അവർക്കും അവരുടെ ലൈഫിൽ കിട്ടുന്ന നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് അല്ലേ. നമ്മളിവിടെ വന്നിരിക്കുക, നോക്കട്ടെ എന്തൊക്കെയാണ് നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ഇവിടെ ഫുഡ് ചൈനീസ് തന്നെ ഉള്ളൂ കേട്ടോ. ഇന്ത്യക്കാരൊന്നും കാണുന്നില്ല. आप कैसे हो? बढ़िया मैम बढ़िया. അങ്ങനെ आप पेशेंट में हमारे एक्चुअली बेटे ने गूगल करके अच्छा बहुत बढ़िया सर 6 months.
ഇതായിരുന്നു അവിടെ ഉണ്ടായ ഇന്ത്യൻ ഷെഫ്. ശരിക്കും നമ്മളെ കണ്ടിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് ഓരോ ഫുഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ. അങ്ങനെ നമ്മളൊക്കെ വാങ്ങി, ഇവൻ ബിരിയാണി, ഇവൻ ചായ, ഈ ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഷാനു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? Very good. If you come to China in Chongqing, എങ്ങനെ പെരട്ട് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഗാഗർ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ നോക്കിയിട്ട് വരാം. not in Google. In China, if you come here, there's no Google. So there's an app called Dianping. That you can see Chinese restaurants, like not Chinese, Indian. You can search restaurants and you can get higher rating restaurants. Dianping. DIANPING. Put the link in the description. ഓവറാക്കല്ല. ഫുഡ് റിവ്യൂ ഇപ്പൊ കഴിച്ച Indian food. Nobody's asking me Super. for a But food North, review. North Indian type, not our Kerala type, not our South Indian type, but North Indian. Super. അതിന് പോയിന്റ്. I liked it. It was good. It was exquisite. No. That's not how you say it. I mean, it was extraordinary. It was bursting with flavors, and it represented Indian culture. I know, and it represented Indian culture. നമ്മൾ എവിടെയാ പോകുന്ന ഷാനു? Hongya Cave. പൊന്നൂനറിയാം നമ്മൾ എവിടെയാ പോകുന്നത്. Yes. It's a very famous place. It's You a must very visit. famous place. എന്താ കാരണം? എന്താ? What is the It's reason? because it's so bright and big and beautiful. I literally asked Bhaiya, is that the restaurant? I do not know why. It's only like beautiful in the night. And everyone is very crowded there. In the afternoon, there's no one. അപ്പൊ നമുക്ക് ഉച്ചക്ക് പോകുന്നവരോ? എല്ലാവരും ഉണ്ടോ? It's not. There's no one. അപ്പൊ ഇതാണ് ഇത് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. We became like Chongqing. we became like family vlog traveler. നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഇടുന്നതിന്റെ മെയിൻ റീസൺ ആണ് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇപ്പം അറിയുന്നുണ്ട്. ഇത് മെയിൻ ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. And also it actually sometimes helps people. Like കുറച്ച് പേർക്കെങ്കിലും അതൊരു ഹെൽപ്ഫുൾ ആകുന്നത് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. കാരണം ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരാറുണ്ട്. ഇപ്പോൾ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാനൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റയിൽ വരാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യം അല്ലാണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഓരോന്ന് പഠിച്ചു വരികയല്ലേ. Our first travel vlog was in Georgia. I remember there was like a part 1, and then after so long we uploaded a part 2, and then we thought of uploading a part 3, but we just forgot about it. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻസിനെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ കണ്ട ആദ്യമായിട്ടൊരു ഇന്ത്യൻ, മീൻസ് നമ്മൾ മലയാളി നല്ല ഇന്ത്യനെ തന്നെ. അപ്പോൾ സാധാരണ നമ്മൾ ഏത് കൺട്രി വിസിറ്റ് ചെയ്താലും നമ്മൾ ഇവിടെ എയർപോർട്ട് മുതൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇത് ഒരാൾ പോലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, And some tourists comes to us. I mean not tourists, locals, and they asked to take a picture. ഇവർക്ക് നമ്മളൊരു ഭയങ്കര ഒരു അത്ഭുതം പോലെ. അവർക്ക് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ സാധാരണ നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് ചോദിക്കാറ്, ഒരു ഫോട്ടോ നിങ്ങളുടെ കൂടെ എടുക്കട്ടെ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ആരുടെയൊക്കെയോ കൂടെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. There's a lot of Chinese people looking. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അവർ നോക്കുന്നുണ്ട്. You don't understand language. അത് മാത്രമല്ല, നമ്മളിവിടെ എത്തിയപ്പോൾ എല്ലാവരും നമ്മളെ ഇങ്ങനെ ഭയങ്കര എന്തോ അവർക്ക് ഭയങ്കര സ്നേഹം പോലെ നമ്മളെ കാണുമ്പോൾ. Just suggest But it's China. hard to communicate. Suggest China. എന്തായാലും നിങ്ങൾ ചൈനയിൽ വരാൻ സത്യം പറഞ്ഞാൽ ഇന്ത്യൻസിന് ഈസിയാണ്. നമ്മൾ ഇന്ത്യൻ്റെ ലൈക്ക് വിസ അപ്ലൈ ചെയ്ത് പറഞ്ഞാൽ വിത്തിൻ 5 days അല്ലേ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ത്രൂ ആ ചെയ്തത് Dubai VFS. ദുബായ് VFS. ഇത് കൂടിയാണ് ചെയ്തത്. തൊട്ട് വിടാണ്ടിരിക്കുന്നത് ശരി. In India also VFS. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും പാർട്ട് 1 ആയിട്ട് ഇവിടെ ചൈനയിലേക്ക് വരുന്ന ടൈം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവ ഈസിയാണ്. അപ്പോൾ പറ്റുന്നവർക്ക് വരാം. കാരണം നമ്മൾ ഇന്ത്യൻസ് എല്ലായിടത്തും ഉണ്ട്. ആദ്യമായാണ് ഞാനിവിടെ കാണുന്നത്, ആരും ഇല്ലാണ്ട്. അപ്പോൾ ഒരു വിഷമം. It's been long we took a video. ഇനി ചിലപ്പോൾ ഉണ്ടാവുമേ ഇവിടെ ഇന്ത്യൻസ്, പക്ഷെ നമ്മളെ കണ്ണിൽ പെട്ടിട്ടില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ ടൂറിസ്റ്റ് അട്രാക്ഷൻ കാണാൻ പോകുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക,
ഇപ്പം തന്നെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര It's ഇഷ്ടം. been long since we talked to the camera like this. Every time in the travel video, we just show the places. അത് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് വേഗം സംസാരിക്കാൻ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് എഡിറ്റ് ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യണം. പിന്നെ വോയിസ് ഓവർ ചെയ്യുന്ന മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചിലത് ഞാനിവിടെ കണ്ടതിന് ശേഷമാണ് ഞാൻ അറിയിച്ചു എനിക്ക് മനസ്സിലാവാൻ അവിടുത്തെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് കാണാം. ഷാനു കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ഷാനു തന്നുകാർക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ചിട്ട് ഒരു നോളേജ് ഉണ്ട്. പക്ഷേ ഞാനും പൊന്നു നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. China is very beautiful. It's safe, big cities, bullet train. ബുള്ളറ്റ് ട്രെയിൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. Different experiences. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം ഷാനു. എനിക്ക് പൊന്നു ഇത്ര മതി. ഷാനുവിനെ കാണാൻ ഇത്ര വെക്കണം. പിന്നെ ഇന്ന് നമ്മൾ പാൻഡയെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പാൻഡിനെ കണ്ടപ്പോൾ നമ്മൾ ടെഡി വരില്ലേ ഒന്ന്. Like I wish we could hold it, but அம்மா இங்க நல்ல ரூம் இருக்கு. ஆமா ஃபேமிலி ரூம் இருக்கு. വേണ്ട ഇപ്പൊ இந்த மாதிரி ஆளை அந்த ஊட்டி பார்க்கலாம். இந்த மாதிரி தொப்பி, இந்த மாதிரி கோலம். ഞാൻ ചിരി പിടിച്ചു. ഇവിടെ വന്ന മുതൽ ഇങ്ങനെയാ പറയുന്നത്. അങ്ങനെ അടുത്ത ടാക്സി പൊന്നു ചുക്ലി നമ്മളിപ്പോൾ പോകുന്നതാണ് ഹോങ്ങിയ കേവ്. അത് വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ ചൈന. മെയിനായിട്ട് എന്തായാലും ഈ ഒരു സിറ്റിയിൽ വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. കാരണം അവിടെ എന്താ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ലൈറ്റ്സ്, പിന്നെ അവിടുത്തെ ആർക്കിടെക്ചർ ആൻഡ് വൈബ്രൻറ്റ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ആക്ച്വലി ഇത് ഷാനു നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നൈറ്റാണ് ഏറ്റവും കൂടുതൽ രസം. ഓഫ് കോഴ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്സൊക്കെ ഫുള്ള് ഓണാക്കി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതോ ഒരു വേറൊരു വേൾഡിലെത്തിയ പോലെ ഉണ്ടായിരുന്നു. ഫുൾ ഓഫ് ലൈറ്റ്സ്. പിന്നെ അവിടെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാരും പിന്നെ കുറേ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയാൽ ഈ ട്രഡീഷണൽ ചൈനീസ് മേക്ക് ഓവർ ഡ്രസ്സപ്പ് അതൊക്കെ ചെയ്യാം അവർ ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂംസിൽ. അപ്പോൾ നമ്മളും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ആക്ച്വലി ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊന്നു ചെയ്തിരുന്നു. അപ്പോൾ പൊന്നു ഇങ്ങനെ എന്നോട് പറയാം മമ്മി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ. ഇതിപ്പോൾ കിഡ്സിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് കപ്പിൾസായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ലേഡിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സാണ് ചൂസ് ചെയ്തത്. ഫുൾ ഡ്രസ്സ് പൊന്നൂനാ നിർബന്ധം. I think you're going to hear it. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരാൾ എനിക്കിങ്ങനെ എൻ്റെ ഫേസിൽ മേക്കപ്പ് ഇടുന്നത്. ഈവൻ എൻ്റെ വെഡ്ഡിങ്ങിന് വരെ എൻ്റെ സിസ്റ്ററായിരുന്നു എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തന്നിരുന്നത്. എന്തായാലും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ടൈം എടുത്തിരുന്നു. ബട്ട് നല്ല ഫോട്ടോസായിരുന്നു കിട്ടിയിരുന്നത്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട്. സി ഫാമിലി എന്ന് തന്നെയാണ് പേര് അക്കൗണ്ട്. പിന്നെ കാണാത്തവർ പോയി കാണണം. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ലൈറ്റ്സും എല്ലാം കൂടി ഒരു നമ്മൾ വേറെ എവിടെയോ എത്തിയ പോലെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ. ഇതാ നമ്മളെ ലവ് ലേക്ക് പോലെ. പൊന്നു നോക്കിയ ചിമ്മറും പാൻഡ ബേബി. ഇതാണ് ചൈനീസ് ഡ്രസ്. Chinese fan, please. ആര് ഫാൻ വെച്ചിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സാധനം കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫേസ് നോക്കിയാ
അതാ അവർ ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്. ഏതൊക്കെ പിന്നെ നല്ല ബാഗ്സ് ഒക്കെ ഉണ്ട്. 25, അതായത് ദുബായിലെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 12 ദിർഹം സംതിങ്. പിന്നെ കുറേ നമ്മുടെ ഇവിടെ മെയിൻ പാൻറ് ആണല്ലോ, പാൻറിൻ്റെ കുറേ. പൊന്നു പൊന്നു കം ഹിയർ. നല്ല പേരക്ക. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ ഈ ഒരു ബാഗൊക്കെ വാങ്ങി പൊന്നൂന്. പിന്നെ ഇതാ അവിടെ ആക്ച്വലി ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യേണ്ട ടൈമായി. സ്റ്റിൽ നോക്കിയാൽ ഇവരെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഇതാ ഇപ്പോൾ കംപ്ലീറ്റ്ലി ലൈറ്റ്സ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷാനു ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തേ. അപ്പോൾ ഇവിടെ കറക്റ്റ് 11 o'clock ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാർ കേട്ടോ എല്ലാവരും. ഈ പെയിന്റ് അടിച്ചു. But you're already like kind of pale, so yeah. അപ്പൊ തന്നൂക്ക ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ മേലാക്കണ്ട അത്രക്ക് പൂർണ്ണ. Salama.